ലൈറ്റ് പർപ്പിൾ കളറിലുള്ള ഒരു മാറ്റവുമില്ലാത്ത ചുരിദാറിൽ അവരെ തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ കളർ അവരെ ഒന്നുകൂടി സുന്ദരികളാക്കിയിരുന്നു. നീണ്ടുകിടക്കുന്ന കാർക്കൂന്തൽ രണ്ടു സൈഡിൽ നിന്നും ഇല്ലിയെടുത്ത് ചെറിയ ക്ലിപ്പ് കുത്തിവച്ചതിന്റെ ഉള്ളിൽ ഒരു തുളസിക്കതിർ ചൂടിയത് അവരിൽ നിന്നും ഒരു നറുമണം ഉയർത്തിയിരുന്നു. കരിമഷിയാൽ മനോഹരമാക്കിയ കണ്ണുകൾ, വെളുത്തു തൊടുത്ത കവിളുകൾ, മനോഹരമായ ചുണ്ടുകൾ, ജിമിക്കി അണിഞ്ഞ കാതുകൾ, ഇതെല്ലാം കണ്ട് അബി ഒരു പ്രത്യേക അനുഭൂതിയിലേക്ക് പോവുകയായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും ഭംഗിയുള്ള സാമ്യത കണ്ട് അവിടെയുള്ള ആർക്കും കണ്ണെടുക്കാനേ തോന്നിയില്ല. ഒരാൾ മാത്രമാണ് ഇങ്ങനെ നടക്കുന്നതെങ്കിൽ ആർക്കും അത്ര അത്ഭുതമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരുപോലെയുള്ള രണ്ടുപേര്, അതെല്ലാവരിലും വിസ്മയം സൃഷ്ടിച്ചു. അബി അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി. ദേവുവിന്റെ മുഖത്ത് അബിയോട് പ്രണയം തുളുമ്പുന്ന ചിരിയായിരുന്നു. ദുർഗയുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ മുഖം ചുളിച്ചു. അവനപ്പോഴേ അവരെ തമ്മിൽ മനസ്സിലായി. മുഖഭാവത്തെ വ്യത്യാസം കൊണ്ടല്ലാതെ അവരെ തമ്മിൽ വേർതിരിച്ചറിയാൻ മറ്റൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. വായി നോക്കി നിൽക്കാതെ ഇങ്ങോട്ട് വരുന്നുണ്ടോ രണ്ടും? അബി അത് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. എന്നെ ഈ ചെക്കന്മാരൊന്നും നോക്കുന്നത് അബിക്ക് ഇഷ്ടമായിട്ടില്ലെന്ന് തോന്നുന്നു. ദേവു ദുർഗയുടെ ചെവിയിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ നടക്ക്, ഇല്ലെങ്കിൽ ഇനിയും വഴക്ക് കേൾക്കേണ്ടി വരും. എന്തൊരു മുരടൻ സ്വഭാവമാണ് അയാൾക്ക്. പൊടി, എന്റെ അബിയേട്ടിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അത്തരത്തിലുള്ള ദേവുവിന്റെ സംസാരം ദുർഗയെ കൂടുതൽ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവർ നടന്ന് ഓഫീസിന്റെ മുന്നിലെത്തി. അബി ഡോറിന് മുട്ടി പ്രിൻസിപ്പളിനോട് അനുവാദം ചോദിച്ച് അകത്തേക്ക് കയറി. പിറകെ അവരും. സർ, ഇതാണ് അച്ഛൻ പറഞ്ഞ ന്യൂ അഡ്മിഷൻസ്. ഹോ, ഐ സി. കം അബി, ടേക്ക് യുവർ സീറ്റ്. ആൻഡ് യു ഓൾസോ സിറ്റ് ഡൗൺ. സോറി സർ, ഞാൻ ഇരിക്കുന്നില്ല, ക്ലാസ്സിൽ കയറട്ടെ. ഇനിയും നിന്നാൽ ലേറ്റ് ആവും. ഓക്കെ അബി, എന്നാ താൻ പോയിക്കോളൂ. ഞങ്ങളിനി എന്ത് ചെയ്യുമെന്ന മട്ടിൽ ദേവും ദുർഗയും അബി പോകുന്നത് നോക്കി നിന്നു. പ്ലീസ് സീറ്റ്. അയാൾ കസാരയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവർ രണ്ടുപേരും അവിടെ ഇരുന്നു. ദേവിക ആൻഡ് ദുർഗ അല്ലേ? യെസ് സർ. ആക്ച്വലി ഇതിൽ ആരാണ് ദേവിക ആരാണ് ദുർഗ എന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ നിങ്ങളത് പറഞ്ഞു തന്നാലും എനിക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് സാമ്യമാണല്ലോ രണ്ടുപേരെയും കാണാന്. ഞാനാണ് ദുർഗ, ഇവൾ ദേവിക. ദുർഗ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് ഇനി നീറ്റ് എക്സാം വരുന്നത് ഒരു 10 month കൂടെ കഴിഞ്ഞിട്ടാണ്. നമ്മളിവിടെ ഈ ബാച്ചിന്റെ ക്ലാസ് 2 മാസമായി തുടങ്ങിയിട്ട്. സോ ഓൾറെഡി നിങ്ങൾ 2 month ലേറ്റ് ആണ്. കുറച്ചധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഒക്കെ ഞാൻ കണ്ടു, വെരി ഇംപ്രസീവ്. പക്ഷേ അത് കണ്ടിട്ട് നീറ്റ് എന്തായാലും ഞങ്ങൾക്ക് കിട്ടുമെന്ന ഓവർ കോൺഫിഡൻസ് പാടില്ല. നമുക്കിവിടെ അങ്ങനെ കുറെ എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. മിസ്റ്റർ അഭിനന്ദന്റെ കേസ് തന്നെ എടുത്താൽ അറിയാം. ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡന്റ് ഇൻ അവർ കോളേജ്. പക്ഷേ എക്സാമിനോട് അടുപ്പിച്ച് കുറച്ച് ഓവർ കോൺഫിഡൻസില് എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ ബുക്സ് ഒക്കെ എടുത്തു വെച്ചു ആള്. അതുകൊണ്ടാണ് അവൻ ഇപ്രാവശ്യം ക്രാക്ക് ചെയ്യാൻ പറ്റാതിരുന്നത്. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഈ ഫീൽഡ് സക്സസ് ആവാൻ പറ്റുള്ളൂ. ഉറക്കവും പരിപാടികളും മറ്റെല്ലാ ആക്ടിവിറ്റീസും ഈ ഒരു കൊല്ലത്തിന് മാറ്റിവെക്കുക. നമുക്ക് ആഘോഷിക്കാനും ആനന്ദിക്കാനും ചുറ്റും ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ബട്ട് ഈ ഒരു കൊല്ലത്തിന് അതെല്ലാം വേണ്ടെന്ന് വെക്കേണ്ടി വരും. അതിനെല്ലാം തയ്യാറാണെങ്കിൽ മാത്രം നമുക്ക് ഒരുമിച്ച് യാത്ര ആരംഭിക്കാം. സാറ് പറയുന്നതെല്ലാം ശ്രദ്ധയോട് കേട്ടിരിക്കുകയായിരുന്നു അവരുടെ മനസ്സിൽ. നീറ്റ് എന്നതൊരു വലിയ കടമ്പ തന്നെയാണെന്ന ചിന്ത രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും തങ്ങളുടെ സ്വപ്നം നേടിയെടുക്കാൻ, അച്ഛന്റെ കഷ്ടപ്പാടുകൾ മാറ്റാൻ, അമ്മക്ക് നല്ലൊരു ജീവിതം സമ്മാനിക്കാൻ അവർ ആ കടമ്പ മറികടക്കുമെന്നും മനസ്സിൽ ഉറപ്പിച്ചു. ഓഫ് കോഴ്സ് സർ, നീറ്റ് നേടി ഡോക്ടറാവുക എന്നത് ഞങ്ങളുടെ സ്വപ്നം മാത്രമല്ല, ആവശ്യം കൂടിയാണ്. സോ വി ആർ റെഡി ഫോർ ടു ഓൾ ദ ഹാർഡ് വർക്ക്സ്. പിന്നെ ഈ കോളേജിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതിനെന്തെങ്കിലും വയലേഷൻസ് വരുത്തിയ മുഖം നോക്കാതെ നമുക്ക് നടപടി എടുക്കേണ്ടി വരും. അച്ചടക്കം, മര്യാദ, പങ്ക്ച്വാലിറ്റി ഇതെല്ലാം നിർബന്ധമാണ്. പിന്നെ പ്രണയം പോലെയുള്ള ഒരു ചുറ്റുകളിയും അനുവദനീയമല്ല. കീപ് ഇറ്റ് ഓൾ ഇൻ യുവർ മൈൻഡ്. നോ യു ക്യാൻ ഗോ ടു യുവർ ക്ലാസ്. താങ്ക് യു സർ. അവർ ഇരിക്കുന്ന കസേരയിൽ നിന്നും എഴുന്നേറ്റു. നീണ്ട 1 മണിക്കൂറത്തെ ക്ലാസ്സിനു ശേഷം അയാൾ തനിക്ക് മുന്നിലിരിക്കുന്ന ബെല്ലിൽ അമർത്തി. അപ്പോ പുറത്തുനിന്നും പ്യൂൺ അകത്തേക്ക് വന്നു. ഇവരെ ബാച്ച് 1ലേക്ക് ആക്കി കൊടുക്ക്. അവർ പ്യൂണിനോടൊപ്പം തങ്ങളുടെ ക്ലാസ് ലക്ഷ്യമാക്കി നടന്നു. 3ാം നിലയിലേക്കാണ് അയാൾ അവരെ കൂട്ടിക്കൊണ്ടു പോയത്. പോകുന്ന വഴിയിൽ ഒരു ക്ലാസ്സിൽ അഭിയിരിക്കുന്നത് ദുർഗയുടെ കണ്ണിൽപ്പെട്ടു. അബിയുടെ ക്ലാസിന്റെ തൊട്ടടുത്തുള്ള ക്ലാസിന് മുന്നിൽ പ്യൂൺ നിന്നു. ഇതാണ് കേട്ടോ ക്ലാസ്. കാവ്യ മാം, ന്യൂ അഡ്മിഷൻ ആണ്. മൈക്കിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന മാമിനെ വിളിച്ചു അയാൾ പറഞ്ഞു. വെൽക്കം ടു അവർ ക്ലാസ് സുന്ദരീസ്. യു ടു ലുക്ക് ബ്യൂട്ടിഫുൾ.
പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. മാം അത് പറഞ്ഞതും രണ്ടുപേരും അവരെ ക്ലാസ്സിന് പരിചയപ്പെടുത്തി കൊടുത്തു. ആ ക്ലാസ്സിലെ ആൺപിള്ളേരും പെൺപിള്ളേരും എല്ലാം അത്ഭുതത്തോടെ അവരെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. സെൽഫ് ഇൻട്രൊഡക്ഷന് ശേഷം മാം ചൂണ്ടിക്കാണിച്ച ലെഫ്റ്റ് സൈഡിലെ സെക്കൻഡ് ബെഞ്ചിൽ പോയിരുന്നു രണ്ടുപേരും. ക്ലാസ്സിലാർക്കും പരസ്പരം സംസാരിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ക്ലാസ് തുടങ്ങിയതു മുതൽ എല്ലാവരും ശ്രദ്ധയോടെ മാം പറയുന്ന കാര്യങ്ങൾ കേട്ട് നോട്ട് ചെയ്യുന്നത് അവർ ശ്രദ്ധിച്ചു. എത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ടാണ് ഫാക്കൽറ്റീസ് ക്ലാസ് എടുക്കുന്നത് എന്ന് അവിടുത്തെ ഓരോ കുട്ടികളുടെയും മുഖം കണ്ടാൽ മനസ്സിലാവും. ഒരു 2 മണിയൊക്കെ ആയപ്പോഴേക്കും ലഞ്ച് ബ്രേക്കിന് ക്ലാസ് അവസാനിപ്പിച്ചു. ആ സമയം ബോയ്സും ഗേൾസും എല്ലാം പേഴ്സണലി അവരെ പരിചയപ്പെടാൻ വേണ്ടി വന്നു. ഹായ്, ഐ ആം ഗീതു. എല്ലാവരും പോയ ശേഷം അവസാനം അവരുടെ അടുത്തേക്ക് പാൻസും ടീഷർട്ടും ഇട്ട് ഒരു മോഡേൺ ലുക്കിൽ വന്ന ഗീതുവിനോട് സംസാരിക്കും തോറും അവർക്ക് അവളോടൊരു അടുപ്പം ഫീൽ ചെയ്തു. അവര് മൂന്നാളും പെട്ടെന്ന് തന്നെ കൂട്ടായി. ദേവുവും ദുർഗയും മാത്രമായിരുന്ന അവരുടെ സൗഹൃദത്തിലേക്ക് ഗീതവും കൂടി ചേർന്നു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. എന്നും രാവിലെ അബിയുടെ കൂടെ കോളേജിലേക്ക് വരികയും പോവുകയും ചെയ്തു അവർ. ദേവുവിന്റെ ഉള്ളിലുള്ള അബിയോടുള്ള സ്നേഹം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അവൻ അതിനിടയിൽ തുടങ്ങിയിരുന്നു. ആ കോളേജിലെ പല ആൾക്കാരെ കൊണ്ടും അവനെക്കുറിച്ച് മോശമായ ഒരുപാട് കാര്യങ്ങൾ ദേവുവിനോട് പറയിപ്പിച്ചു. അബി അവിടെ പലരോടും അപമര്യാദയായി പെരുമാറുന്നതും കൂട്ടം കൂടി ലഹരി ഉപയോഗിക്കുന്നതുമെല്ലാം ദേവുവിന്റെ കണ്ണിൽ പെട്ടിരുന്നു. അവൾ കാണാൻ വേണ്ടി അബി അതെല്ലാം അവൾക്ക് മുന്നിൽ മനഃപൂർവ്വം ചെയ്യുകയായിരുന്നു എന്നതാണ് സത്യം. ഇതിനിടയിൽ ഗീതുവിന്റെയും ദേവുവിന്റെയും ദുർഗയുടെയും ഇടയിലുള്ള സൗഹൃദം വളർന്നുകൊണ്ടിരുന്നു. എടി, നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് ഇന്നൊക്കെ 6 മാസം തികഞ്ഞു. ദൈവമേ, അപ്പൊ ഇനി 4 മാസം കൂടെ ഉള്ള എക്സാമിന്? ഓ, നീ ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് അതെന്തിനാ പറയുന്നേ? ഗീതു, മര്യാദക്ക് പഠിത്തം തുടങ്ങിക്കോട്ടോ. കുറെ ആയി നീ നാളെ തുടങ്ങാന്ന് പറഞ്ഞ് നിൽക്കുന്നു. കഴിഞ്ഞ തവണ പാരന്റ്സ് മീറ്റിംഗിന് നിന്റെ അമ്മയെ കണ്ടപ്പോഴും അമ്മ പറഞ്ഞതാ നിന്നെ തല്ലി പഠിപ്പിക്കാൻ. അവളതിന് നമ്മളെ പോലെയാണോ ദേവു? അവളുടെ അച്ഛന്റെ അടുത്ത് പൂത്ത ക്യാഷല്ലേ. ഗവൺമെന്റ് കോളേജിൽ സീറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. എന്തായാലും കട്ട് ഓഫ് മാർക്ക് വേണ്ടേ? അതൊക്കെ ഞാൻ വാങ്ങിക്കും എന്ന് കരുതി നിങ്ങളെപ്പോലെ ഊണും ഉറക്കവും ഇല്ലാതെ പഠിക്കാൻ പറ്റില്ല എനിക്ക്. നിന്നെപ്പോലെ വേണോ വേണ്ടെന്ന് വെച്ച് പഠിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. ഒന്നാമതേ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് തന്നെ ദേവദത്തൻ സാറിന്റെ ദയ കൊണ്ടാ. പിന്നെ ഞങ്ങൾക്ക് നിറവേറ്റാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ദേവദത്തൻ സാറിന്റെയോ? അബിയുടെ എന്ന് പറയൂ ദുർഗ. അബി കാരണമാണ് നമ്മളിപ്പോ ഈ കോളേജിൽ നിൽക്കുന്നത്. അബി പറഞ്ഞു എന്നുള്ളത് ശരിയാ, പക്ഷേ ചെലവാക്കിയതൊക്കെ അദ്ദേഹമല്ലേ. അബി പറഞ്ഞില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കലും അതിന് തയ്യാറാവില്ല. അച്ഛൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ നീ? നിർത്തുന്നുണ്ടോ രണ്ടും? കുറെ നേരായി. ഞാൻ എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കും. അബിയെ കുറിച്ച് പറയുമ്പോ 100 നാവാണല്ലോ നിനക്ക്. ആ കള്ളും കഞ്ചാവുമായി നടക്കുന്ന അവനോടെന്താ നിനക്ക് ഇത്രയൊക്കെ അടുപ്പം? എന്താ ശരിക്കും സംഭവം? അത് എനിക്ക് ദേവു പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ശ്രീജിത്ത് അവരുടെ അടുത്തേക്ക് ഓടി വന്ന് കിതച്ചുകൊണ്ട് അവർക്ക് മുന്നിൽ ഒന്നും സംസാരിക്കാൻ കഴിയാതെ നിന്നു. എന്താടാ? ഗീത അവനെ തട്ടിക്കൊണ്ട് ചോദിച്ചു. അവിടെ അഭിനന്ദൻ, നിങ്ങളിത് കൂടെ വാ. അവൻ അതും പറഞ്ഞുകൊണ്ട് വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചോടി. അവന് പിന്നാലെ അവരും 3 പേരും പോവുകയും ചെയ്തു. അബിക്ക് മുന്നിൽ ഒരു പയ്യൻ ചോരയിൽ കുളിച്ചു നിൽക്കുന്നതും അബി ഒരു മദ്യക്കുപ്പിയുമായി അവന് മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്നതുമാണ് അവർ വന്നപ്പോ കണ്ടത്. ദേവുവിനും ദുർഗക്കും ആ കാഴ്ച കണ്ട് വിശ്വസിക്കാനേ പറ്റിയില്ല. അബി, അവൻ ഇതിനു മുന്നേ ഒരിക്കലും അവരങ്ങനെ കണ്ടിട്ടേ ഇല്ല. എന്താ ഇവിടെ നടക്കുന്നത്? ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക് പ്രിൻസിപ്പൽ കടന്നു വന്നു. അഭിനന്ദൻ, വാട്ട് ദ ഹെൽ ഈസ് ദിസ്? അയാൾ അവന് നേരെ ആക്രോശിച്ചു. പക്ഷെ അബി മറുപടി ഒന്നും പറയാതെ ആ കുപ്പി താഴേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. ഓൾ ഓഫ് യു ഗോ ടു യുവർ ക്ലാസസ്. ശ്രീ, ഒന്ന് നിന്നെ. എന്താ ഇപ്പോൾ നടന്നത്? ക്ലാസ്സിലേക്ക് നടക്കുന്നതിനിടയിൽ അവനെ വിളിച്ചോണ്ട് ഗീതു ചോദിച്ചു. അത് ആ സെക്കൻഡ് ഇയറിലെ അബിയില്ലേ, അവന്റെ സ്ഥിരം പരിപാടി തന്നെയാ. ഇത് മദ്യപിച്ച് കോളേജിലേക്ക് വരും, എന്നിട്ട് ഓരോ പ്രശ്നങ്ങൾ വരും. ഇന്ന് പക്ഷെ കുറച്ച് ഓവറായിപ്പോയി. ആര്? അബിയോ? ഒന്ന് പോടാ. അയാളെ ഇതുവരെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. എങ്ങനെ കണ്ടിട്ടില്ലാന്ന്? അവൻ ഇവിടെ നിന്ന് പരസ്യമായിട്ടാണല്ലോ ലഹരി ഉപയോഗിക്കാറുള്ളത്. എന്നിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ അത്ഭുതം തന്നെയാണല്ലോ. അങ്ങനെയല്ലടാ, ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതൊന്നും കണ്ടിട്ടില്ലെന്നാ പറഞ്ഞത്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന് പറ. ഈ കോളേജിൽ അയാളെ ക്ലാസ്സിൽ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. ഇനിയിപ്പോ ഒരു പെണ്ണിനെ കൊണ്ട് അവൻ ബലമായി കള്ളു കുടിപ്പിച്ചിരിക്കുന്നു. ഇതറിഞ്ഞ അവളുടെ ബോയ് ഫ്രണ്ട് അതിനെക്കുറിച്ച് ചോദിച്ചതിനാ അവന്റെ തല തല്ലി പൊളിച്ചത്. നിങ്ങൾ അവന്റെ കൂടെ പോകുന്നതല്ലേ? നിങ്ങൾ പറഞ്ഞ അവനെ അടക്കാൻ പറ്റുമെന്ന് നോക്കാനാ ഞാൻ നിങ്ങളെ വിളിക്കാൻ വന്നത്. ആര് പറഞ്ഞിട്ട് അവൻ അടി നിർത്തുന്നുണ്ടായിരുന്നില്ല. ആ പയ്യന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നോർത്ത് ഓടി വന്നതാ ഞാൻ.
ദൈവമേ, ആ ചേട്ടനെ കണ്ട പറയില്ലല്ലോ ഇത്രയും കയ്യിലിരിപ്പ് കയ്യിലുണ്ടെന്ന്. ആരും പുറമെ കാണുന്ന പോലെ ആവില്ലല്ലോ. ഞാൻ ക്ലാസ്സിലേക്ക് പോട്ടെ, നിങ്ങൾ വരുന്നില്ലേ? ആ വരുവാ, നീ നടന്നോ. അവൻ അത്രയും പറഞ്ഞു പോയപ്പോഴേക്കും ദേവുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. നീ എന്തിനെ കൊച്ചു കരയുന്നത്? പക്ഷെ ദേവു മറുപടി ഒന്നും പറയാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേവു, നീ എന്തിനാ വിഷമിക്കുന്നേ? ഈ കരച്ചിലൊന്ന് നിർത്ത്. ദുർഗ അവളെ സമാധാനിപ്പിച്ചു. ദുർഗ, നീ എങ്കിലും പറ, എന്താ ഇവളും അഭിയും തമ്മിലുള്ള ബന്ധം? അവളുടെ തുടർച്ചയായുള്ള ചോദ്യം സഹിക്കാൻ കഴിയാതെ അവളെല്ലാം ഗീതുവിനോട് തുറന്നു പറഞ്ഞു. ദുർഗയുടെയും അഭിയുടെയും ഇടയിലുള്ള ഇഷ്ടമൊഴികെ മറ്റെല്ലാം. നിനക്കെന്താ വട്ടാണോ ദേവു? ഇതുപോലെ ഒരുത്തത് നെഞ്ചിൽ കൊണ്ട് നടക്കാന്? ബോധമുള്ള ആരെങ്കിലും ഇവനേക്ക് സ്നേഹിക്കുവോ? ഞാൻ അഭിയെ കുറിച്ച് ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. അദ്ദേഹം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എപ്പോഴൊരു നിമിഷത്തിൽ ഇഷ്ടം തോന്നിപ്പോയി. ആ ഇഷ്ടം എന്നോടും തിരിച്ചു പറഞ്ഞപ്പോ അവിടെ പതിഞ്ഞുപോയി. പിന്നെ അദ്ദേഹത്തിന് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാറില്ല. ഞാൻ മാത്രം ജീവനില്ലാത്ത പ്രണയവുമായി അദ്ദേഹത്തെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. നിനക്ക് എന്തറിയാൻ ദേവു? ശ്രീ പറഞ്ഞു പോയത് കേട്ടില്ലേ നീ? നമ്മളെ പുറമേ കാണുന്ന പോലെ ആവില്ല ആരും. പക്ഷേ അദ്ദേഹം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഗീതു. ദുർഗയോട് ചോദിച്ചു നോക്ക് നീ. അഭിയുടെ സൗന്ദര്യം കണ്ടുകൊണ്ടല്ല ഞാൻ അവനെ സ്നേഹിച്ചത്, സ്വഭാവശുദ്ധി കൊണ്ടുകൂടിയാ. പക്ഷേ എന്ത് പക്ഷേ? നീ എന്താ ദുർഗ ഒന്നും പറയാത്തത്? നിനക്കെങ്കിലും ഇവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ? ദുർഗക്ക് അതിനൊന്നും മറുപടി ഉണ്ടായിരുന്നില്ല. അഭി എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ദുർഗക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ദേവു, ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേക്ക്. നിനക്ക് യോജിച്ച ആളല്ല അവൻ. ഈ സ്വഭാവമല്ലെന്ന് ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ ഇതിപ്പോ. ദേവു വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. മതി, ക്ലാസ്സിലേക്ക് പോവാ, ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവും. ദുർഗ അതും പറഞ്ഞ് മുമ്പേ നടന്നു. അന്നത്തെ ദിവസം ക്ലാസ് കഴിഞ്ഞ് അഭി അവരെയും കാത്ത് ക്ലാസ്സിന് പുറത്ത് നിൽക്കുകയായിരുന്നു. ആ സംഭവത്തെക്കുറിച്ച് അഭിയോട് ചോദിക്കണമെന്ന് ദേവുവിന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും തനിക്കതെല്ലാം ചോദിക്കാൻ മാത്രം അവനുമായി എന്ത് ബന്ധമാണ് ഉള്ളതെന്ന ചിന്ത അവളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. ദുർഗ, നീ അഭിയോട് എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നൊന്ന് ചോദിക്ക്. കാറിൽ പിന്നിലിരുന്നു കൊണ്ട് ദേവു പറഞ്ഞു. ഇനി എന്ത് സത്യാവസ്ഥ അറിയാനാണ് ദേവു? അവർ പറഞ്ഞില്ലേ എല്ലാം? അത് സത്യമാണെന്നില്ലല്ലോ. അമ്മയുടെ നാവിൽ നിന്ന് തന്നെ അത് കേട്ടിരുന്നെങ്കിൽ. എന്താണ് രണ്ടുപേരും തമ്മിൽ ഒരു അടക്കം പറച്ചില്? അത് പിന്നെ ഇന്ന് എന്താ ഉച്ചക്ക് സംഭവിച്ചതെന്ന് ചോദിക്കുകയായിരുന്നു. അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. നിങ്ങൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? അതിന് പിന്നെ ദുർഗ മറുപടി ഒന്നും പറഞ്ഞില്ല. കാറ് നീലേശ്വരം തറവാട്ടിലെത്തി. ദുർഗയും ദേവുവും ഇറങ്ങി വീട്ടിലേക്കുള്ള വഴിയെ നടന്നു. ദുർഗ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോ അഭി കാറിന്റെ മുകളിൽ താട വെച്ച് ഒരു വിജയച്ചിരിയോടെ അവളെ നോക്കി നിൽക്കുകയായിരുന്നു. എന്താ രണ്ടുപേരുടെ മുഖത്തും ഒരു സങ്കടം? ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ല, അതിനായിരിക്കും. അവർക്കുള്ള ചായ ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ലത പറഞ്ഞു. ഒന്നുമില്ല അച്ഛാ, എക്സാം ആവാറായില്ലേ, അപ്പൊ ചെറിയൊരു ടെൻഷൻ. എന്റെ മക്കളെ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ എന്തായാലും ഉയർന്ന റാങ്കോടെ പാസ്സാവും, അച്ഛൻ അവരെ തലോടിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ദുർഗ, നിന്നോട് പാർവതി മാഡം ഒന്ന് അവിടെ വരെ ചെല്ലാൻ പറഞ്ഞിരുന്നോ? എന്ത് ചോദിക്കാനാണത്രേ? എന്നോടോ? ആ, നിന്നോട് തന്നെ. ചായ കുടിച്ചിട്ടൊന്ന് പോയി നോക്ക്. ദേവു, നീയും കൂടെ വാ. ഞാനില്ല ദുർഗ, പ്ലീസ്. ദേവു ദയനീയമായി അവളെ നോക്കി. പിന്നെ ദുർഗ നിർബന്ധിക്കാനും പോയില്ല. അങ്ങനെ അവൾ നടന്ന് നീലേശ്വരത്തെത്തി. അവൾ അടുക്കള ഭാഗത്തേക്ക് പോവാൻ നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നും അഭിയുടെ വിളി കേട്ടത്. ദുർഗ, അമ്മയല്ല, ഞാനാ വിളിപ്പിച്ചത്. എന്തിന്? ദുർഗ തിരിഞ്ഞു നിന്നുകൊണ്ട് നിറഞ്ഞ ഗൗരവത്തോടെ ചോദിച്ചു. എനിക്ക് നിന്നിലേക്കുള്ള ദൂരം കുറച്ച് കുറഞ്ഞില്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാ അഭി നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്നത്? നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ് ദുർഗ. നിന്നെ സ്വന്തമാക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. അഭി അവളുടെ കൈകളിൽ പിടിച്ച് അവളെ അവനിലേക്ക് അടുപ്പിച്ചു. അതിന് ഇങ്ങനെയാണോ ചെയ്യാ? ഇതിപ്പോ എല്ലാവരുടെ മുന്നിലും നിങ്ങൾ മോശക്കാരനാവുകയല്ലേ? എന്തിനാണ് അതൊക്കെ? ഏയ്, അങ്ങനെയൊന്നും ഇല്ല ദുർഗ. ഇന്ന് കോളേജിൽ നടന്നതെല്ലാം എന്റെ സ്ക്രിപ്റ്റാണ്. ഞാൻ ആർക്കു മുന്നിലും തെറ്റുകാരനാവില്ല. നിങ്ങളുടെ അടുത്ത് വന്ന് ഇതെല്ലാം പറഞ്ഞ ശ്രീജിത്തിനെ വരെ ഞാൻ പറഞ്ഞയച്ചതാണ്. സത്യം, ഞാൻ ഒരുപാട് ശ്രമിച്ചതാ നിന്നെ എന്റെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയാൻ. പക്ഷെ കഴിയുന്നില്ല ദുർഗ. കണ്ണ് തുറക്കുമ്പോഴും അടക്കുമ്പോഴും സദാസമയവും നീ എന്റെ മുന്നിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിനു വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. പക്ഷേ എന്റെ ഉള്ളിൽ നിങ്ങളില്ല അഭി.
സ്നേഹം നിറയെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ പ്രണയം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ കണ്ടില്ലെന്ന് നടിച്ചിട്ട് നിങ്ങളോട് ഒരുപാട് സ്നേഹവും ഇല്ലാത്ത എന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? എന്റെ ഈ കണ്ണിലേക്ക് നോക്കിയിട്ട് നീ പറ, നിന്റെ ഉള്ളിൽ എന്നോട് സ്നേഹമില്ലാന്ന്. അബി ഒന്നുകൂടെ അവളെ അവനിലേക്ക് അടുപ്പിച്ചു. എന്നെ വിട അബി, ആരെങ്കിലും കാണും. ദുർഗ അവനിൽ നിന്നും കുതറി മാറിക്കൊണ്ട് പുറത്തേക്ക് പോവാനായി തിരിഞ്ഞു നിന്നു. അപ്പോഴാണ് അവൾ ഗേറ്റിനടുത്ത് ദേവു നിൽക്കുന്നത് കണ്ടത്. തുടരും.